പലപ്പോഴും പറയരുത് എന്ന് വിചാരിച്ച കാര്യമാണ്. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയാൻ. ഓരോരുത്തരുടെയും ചിന്താഗതി ഓരോ തരത്തിലായിരിക്കല്ലോ. അപ്പൊ എൻ്റെ ചിന്താഗതിയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ മുസ്ലിം ലീഗും ഒരു മതസംഘടനയും തമ്മിൽ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. നല്ല സൗഹാർദ്ദത്തിൽ പോയിരുന്ന രണ്ട് സംഘടനകളായിരുന്നു. ഇപ്പൊ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, സുന്നി സംഘടനാ നേതാക്കന്മാർ മാപ്പ് പറയണം പോലും. എന്തിനാണ് മാപ്പ് പറയേണ്ടത്? ഖാലിസ്ഥാനം പാണ്ഡിത്യമുള്ളവർക്ക് മാത്രം യോജിച്ചതാണ് എന്ന് പറഞ്ഞതിനോ? അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഭാഗമായി മുറിക്കുന്ന കേക്ക് അതിന് നേതൃത്വം നൽകാൻ ഒരു തങ്ങള് പോകരുത്, ഒരു സുന്നി സംഘടന നേതാവും കൂടിയാകുന്ന തങ്ങള് പോകരുത്, പോയിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞതിനോ? സിനിമ നടന്മാരുടെയും നടിമാരുടെയും കൂടെ സെൽഫി എടുക്കുന്ന ഈ വൃത്തികെട്ട ഏർപ്പാട് ഒരിക്കലും തന്നെ ഒരു ഖാലിക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞതിനോ? വഹാബികൾക്ക് പിന്തുണ നൽകുന്ന തരത്തിൽ അവരുടെ സമ്മേളനങ്ങളിലും അവരുടെ സംഘടനാ സ്ഥാപനങ്ങളിലും പോകരുത് എന്ന് പറഞ്ഞതിനോ? അതുമല്ലെങ്കിൽ ഇത്രയും കാലം സുന്നികൾ ഇവിടെ ചെയ്തു വന്നിരുന്ന ഒരുപാട് നല്ല കാര്യങ്ങളിൽപ്പെട്ട തവസ്സുലും ഇസ്തിഹാസയും പോലെയുള്ള സുന്നി വിശ്വാസങ്ങളെ പരസ്യമായ നിലക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പരസ്യമായ നിലക്ക് എതിർത്തതിനെ ചോദ്യം ചെയ്തതിനോ? ഇതൊന്നും സുന്നികൾ പറയണ്ട എന്ന് പറഞ്ഞാൽ, അതൊന്നും പറയുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ ഇവിടെ സുന്നി സംഘടനകൾ? നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട, ഇവരെ പോലെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സുന്നി സംഘടന അല്ലെങ്കിൽ മതസംഘടനയുടെ പാട്ടിനങ്ങ് വിടുക. അതേപോലെ രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം പറയുക. അല്ലെങ്കിൽ എല്ലാം എൻ്റെ കീഴിൽ ഉണ്ടാകണം, എല്ലാം ഞാൻ തന്നെ നിയന്ത്രിക്കണം, എല്ലാത്തിൻ്റെയും നേതാവ് ഞാൻ തന്നെ ആകണമെന്ന് വിചാരിച്ചാൽ നിങ്ങളത് ആകൂല എന്ന് മാത്രമല്ല, കാണുന്നവരും കേൾക്കുന്നവരും അറിയുന്നവരും നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ വെറുക്കുക മാത്രമാണ് ചെയ്യുക എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പലർക്കും നിങ്ങളോട് ഇത് പറഞ്ഞു തരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാവാം. പക്ഷെ പലരും പറയാത്തത് നിങ്ങൾ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളെങ്കിലും സ്വയം ഒന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ നല്ല ഒരു ഭാവിക്ക് നല്ലതാണ് എന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താം.